മണി അപ്പോ മണിയാണ് ഈ പാട്ടുകളുടെ ഒക്കെ പുറകിൽ. എന്റെ കുറച്ച് പാട്ട് ഞാൻ എഴുതിയിട്ടുള്ളൂ. അതില് ഓട്ടോറിക്ഷ പാട്ടാണ് ഞാൻ ചേട്ടനെ കൊടുത്തത്. അതും അപ്പാപ്പം കെട്ടിട്ട വേലീന്ന് കുറച്ച് പാട്ടുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 18 ആൽബോളം ചെയ്തു. എന്നറിയില്ല. മണിച്ചേട്ടനെ ആ ഒരു ഓട്ടോ പാട്ടിലൂടെ എന്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ താമര ഒരു ദിവസം എന്നെ രാത്രി വിളിക്കാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അല്ലെ സാർ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നെ ആരും ഇതിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ ചാനലിലേക്ക് വരാൻ വേണ്ടി, ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഈ പറയുന്നതിന്റെ വേദന നമുക്കറിയാൻ പറ്റും, അതിന്റെ ഒരു ക്രിയേറ്ററിന്റെ ഒരു വേദന. മണിച്ചേട്ടൻ ഇദ്ദേഹത്തിനെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇരുന്നിരിക്കാം, ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതിന്റെ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മണിത്താമര ഈ ലോക ജനതയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത്, അതും ഫ്ലവേഴ്സിന്റെ ഫ്ലോറിലൂടെയാണ്. ആ ഫ്ലവേഴ്സ് അതിന് അംഗീകാരം തന്നു. അതാണ് നമ്മളൊരു തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതില് കാരണം 13 വർഷത്തിന്റെ കാത്തിരിപ്പ് അത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് ആ നേരത്തെ എന്റെ ഒരു സുഹൃത്ത് നവീൻ നെന്മാറ തന്നൊരു സാറിന്റെ നമ്പർ തന്ന് വിളിച്ചപ്പോ, സാറിന് ഈ പാട്ട് എഴുതിയ ആളാന്ന് പറഞ്ഞപ്പോ സാർ ആദ്യം പറഞ്ഞത് എവിടെയാണെന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. സാറ് ചോദിച്ചത് എവിടെയാണ് താമര എന്നാണ്. അങ്ങനെ കിട്ടി, വിളിച്ചു വന്നു. ഇവിടെ വന്നപ്പോണ്ട് ഞാൻ കണ്ടത് എന്റെ ലോകമാണ്. ഞാൻ 13 കൊല്ലം വെയിറ്റ് ചെയ്ത ഒരു ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണിത്. എന്റെ കുടുംബവും ഞാനും കൂടിയിട്ടാണ് ഈ പാട്ടൊക്കെ എഴുതുന്നത്. ഒന്നാം ക്ലാസ് 1 കൊല്ലവും 2ാം ക്ലാസ് 6 മാസം വിദ്യാഭ്യാസമുള്ള ആളാണ് ഞാൻ. എന്റെ ഭാര്യയാണ് ഏത് പാതിരാത്രിക്കാണ് ആ പാട്ട് എനിക്ക് എഴുതി തരും. അങ്ങനെ രണ്ടാളും കൂടി പാട്ടുകൾ എഴുതി ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ ഈ ആരരുമാവത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി എന്നൊക്കെ മറ്റുള്ളവർ പാടുമ്പോ ഞാൻ അത് നോക്കി ഇങ്ങനെ, എന്റെ ഭാര്യ എന്നെ നോക്കുമ്പോ ഞാൻ തിരിഞ്ഞു നിൽക്കും. കാരണം അത്രമാത്രം വിഷമത്തിലാണ് ഞാൻ. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സ്വർഗം എന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒരു മലയാളികളും ഒക്കെ തിരിച്ചറിഞ്ഞു. ആ നവീൻ നെന്മാറ സാറിന്റെ നമ്പർ തന്നു, ഇവിടെ വന്ന് ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു. അത് ഓരോ സമയമുണ്ട്. ഇപ്പൊ വിഷ്ണു നേരത്തെ നായകനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അംഗീകാരം കിട്ടില്ലായിരുന്നു. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പൊ കറക്റ്റ് ക്ലിക്ക് ആവണമെങ്കിൽ കറക്റ്റ് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടാവും അല്ലെ? ആലോചിച്ച് നോക്കണം ചേട്ടാ. അതായത് ആകെ 2ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം. ഇല്ല, അദ്ദേഹം പറഞ്ഞു കൊടുത്ത വരികൾ എഴുതുന്നത് ഭാര്യയാണ്. ശാന്തിയാണ് ഭാര്യന്റെ പേര്. എഴുതിയ ആ പാട്ടുകളാണ് നമ്മൾ മണിച്ചേട്ടന്റെ സ്വരത്തിലൂടെ കേട്ട് സൂപ്പർ ഹിറ്റ് ആയി. പക്ഷെ 18 ആൽബം ഈ താമര ഇടിച്ചു കയറുന്ന ഒരാളുമല്ല, ഒരു ആഗ്രഹം എന്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല. ഞാനിങ്ങനെ എഴുതുന്ന ഞാൻ പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ വരണം. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോ മിഥുൽ രാജ് അതിന് അംഗീകാരം തന്നതിന് മിഥുൽ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം കലാകാരന്മാരുടെ മനസ്സറിയാവുന്നതുകൊണ്ട്. കാരണം അതുപോലെ തന്നെ പറഞ്ഞ പോലെയാണ് 13 വർഷം കാത്തിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സമയമല്ലേ ആവട്ടെ. പിന്നെ അത് മാത്രല്ല, ഇതിലേക്ക് സാറ് വിളിച്ച് 2 ദിവസം കഴിഞ്ഞതും ഇന്ദ്രൻസ് ചേട്ടൻ നായകനാമ സോജിയൊന്നൂല് എന്ന പടത്തില് തൃശ്ശൂരുള്ള ഷെബീർക്ക ഡയറക്ട് ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്ത് ഷെബീർക്ക ഡയറക്ട് ചെയ്യുന്ന പടത്തില് എഴുതിയും പാടി റെക്കോർഡിംഗ് കഴിഞ്ഞ പാട്ട് സിനിമയിൽ. അത് ഫ്ലവേഴ്സിനാണ് അതിന്റെ നന്ദി. ഇത് വിളിച്ചിട്ട് 2 ദിവസം കണ്ടാണ് അത് കിട്ടിയത്. അതിലത്തെ പാട്ട് 4 വരി പാടാം. മണിച്ചേട്ടന്റെ പുതിയ മണിത്താമര 4 ഞാൻ പേരിട്ടേക്കണ മണിച്ചേട്ടന്റെ വേറുപാടിനെ കുറിച്ച് എഴുതിയ പാട്ട്. ഉണ്ടാകുമ്പോൾ ജീവനോടെ കൂടി ഞാൻ എഴുതി. പക്ഷെ ഇപ്പൊ വേറുപാടിനെ കുറിച്ചുള്ള ഒരു പാട്ട്, മണിച്ചേട്ടന്റെ വേറുപാടിനെ കുറിച്ചുള്ള പാട്ടൊന്ന് പാടിയിട്ട്. ആരു ചതിച്ച ചതിയോ പൊന്നെ ദൈവം വിധിച്ച വിധിയോ, ഞങ്ങളുടെ ഉള്ളിലെ തീയൊന്നണയ്ക്കാ നേരൊന്നു കാട്ടണം ദൈവേ. പാടിയ പാട്ടൊന്നു കേട്ടാൽ പഴയോർമ്മ പുതക്കണ് പൊന്നെ. ചേലുള്ള പാട്ടുകൾ പാടാ ഈ മണ്ണിലാരുണ്ട് മുത്തേ. മണ്ണിൻ മണമുള്ള പാട്ട് ഇനി പാടിത്തരാര്. മൺമറഞ്ഞെങ്ങു നീ പോയി മാനത്തിരിക്കണ മുത്തേ, മാനത്തിരിക്കണ മുത്തേ. ആരു ചതിച്ച ചതിയോ പൊന്നു ദൈവം വിധിച്ച വിധിയോ, ഞങ്ങളുടെ ഉള്ളിലെ തീയൊന്നണയ്ക്കാ നേരൊന്നു കാട്ടണം ദൈവേ, നേരൊന്നു കാട്ടണം ദൈവേ. താമരക്ക് എഴുതാൻ മാത്രമല്ല പാടാനും കഴിവുണ്ട് കേട്ടോ. 18 ആൽബോളം പാടി സാർ. എന്റെ പാട്ടുകൾ അറിയാം, പക്ഷെ താമരാന്ത് പേര് മാത്രമേ കേട്ടുള്ളൂ, എന്നെ അറിയില്ല. അതെന്താന്ന് പറയട്ടെ, താമരാന്ത് കേട്ട് കഴിയുമ്പോൾ ചിലർ വിചാരിക്കും വല്ല പെൺകുട്ടിയാന്ന് വിചാരിക്കും. ആ പാട്ട് കേട്ടിട്ട് ഭയങ്കരമായി. അതാണ് എനിക്ക് ഞാൻ താമരയായിട്ട് അധികം സംസാരിക്കാറുമില്ല. എനിക്ക് കണ്ണേറി ഓരോ കാര്യങ്ങളും അത്രമാത്രം
ഞാൻ ആഭാഗിച്ച മനുഷ്യനായി പോയി സാർ. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ വേറൊരു പാട്ടും കൂടി ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതിയില്ലേ? ആ ഓ അത് മണിത്താമരത്തെ പാട്ട് തന്നെ. ആ, മണിത്താമരത്ത്. അച്ഛനില്ലെന്നു പറഞ്ഞിട്ട് അച്ഛന്റെ മോളു പിണങ്ങല്ലടി, അച്ഛനില്ലെന്നു പറഞ്ഞിട്ട് മോളെ ഏങ്ങിക്കരയല്ലേ നീ, പാലക്കാടുള്ളൊരു താമരമാമന്റെ ഫോട്ടോ പാട്ടു കേൾക്കേ, മാപ്രാണത്തുള്ളൊരു ഉണ്ണിമാമന്റെ ചക്കപ്പാട്ടു കേൾക്കേ, അച്ഛനില്ലെന്നു പറഞ്ഞിട്ട് അച്ഛന്റെ മോളു പിണങ്ങല്ലടിയേ, അച്ഛനില്ലെന്നു പറഞ്ഞിട്ട് മോളെ ഏങ്ങിക്കരയല്ലടി. ഇത് പാടുമ്പോ ആ ഒരു ഫീല് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. 13 വർഷം ഇത് അംഗീകാരം ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ